എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 6th ക്ലാസ്സിലെ ഹിന്ദി NCERT വസന്ത് എന്ന പുസ്തകത്തിലെ 10th ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേരാണ് ഝാൻസി കി റാണി. ഝാൻസി എന്നത് UPയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഝാൻസിയിലുള്ള റാണി, അതിൻ്റെ അർത്ഥം ഝാൻസിയിലെ രാജാവിൻ്റെ ഭാര്യ. അതാരാണ്? ഝാൻസി റാണി ലക്ഷ്മിബായി. ഫ്രീഡം ഫൈറ്ററാണ്. 1857 ആ കാലഘട്ടത്തിലൊക്കെ ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ഒരുപാട് പോരാടിയിട്ടുള്ള ഒരു ഫ്രീഡം ഫൈറ്ററാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. കിന്തു കാലഗതി ചുപ്കെ ചുപ്കെ കാലി ഘട്ട ഘേർ ലായി. ഈസ് പങ്ക്തി മേ കിസ് ഘട്ടന കി ഓർ സങ്കേത് ഹെ. ഈ മോളിലുള്ള ആ ലൈന്, ആ കവിതയിലുള്ള ലൈന് തന്നെയാണത്. അപ്പോൾ അത് എന്ത് സംഭവത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? സങ്കേത് ഹെ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. കാലിഘട്ട ഗിർനെ കി ബാത് ക്യൂ കഹി ഗയി ഹെ. അപ്പോൾ കാലിഘട്ട എന്ന് പറയുന്നുണ്ടല്ലോ അതിൽ. കാലിഘട്ട എന്ന് വെച്ചാൽ കറുത്ത മേഘം. ഘട്ട എന്ന് വെച്ചാൽ മേഘം, കാലി കറുത്ത. അപ്പോൾ കറുത്ത മേഘം വീഴുന്നതിൻ്റെ കാര്യം പറയുന്നുണ്ട് അതിൽ. അപ്പോൾ അതെന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇസ് പങ്ക്തി മേ റാണി ലക്ഷ്മിബായി കെ പതി ഗംഗാധർ റാവ് കി മൃത്യു കി ഓർ സങ്കേത് ഹെ. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഈ വരിയിൽ ഏത് സംഭവമാണെന്നല്ലേ. അപ്പോൾ ഏത് സംഭവമാണ്? റാണി ലക്ഷ്മിബായിയുടെ ഹസ്ബൻഡ് ഗംഗാധർ റാവുവിൻ്റെ മരണത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ സംഭവമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തത് കാലിഘട്ടാന്ന്, കറുത്ത മേഘം വീഴുന്നതെന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്നില്ലേ. രാജാജിക്ക് മൃത്യുക്കെ ഉപരാന്ത് റാണി ഝാൻസിക്ക് ഊപ്പർ ഏക് കെ ബാദ് ഏക് വിപത്തി ആനെ ലഗി. അവരുടെ ഉപരാന്ത് എന്ന് പറഞ്ഞാൽ ശേഷം റാണി ഝാൻസിക്ക് ഊപ്പർ, ഈ റാണിയുടെ മേലെ, ഝാൻസി റാണിയുടെ മേലെ ഏക് കെ ബാദ് ഈ ആനയിലേക്ക് ഒന്നിന് പിറകുന്നായിട്ട് ഓരോരോ വിപത്തികൾ പറഞ്ഞാൽ ആപത്ത് വരാൻ തുടങ്ങി. അംഗ്രേസോं की नीति थी कि वे निसंतान राजा की मृत्यु के बाद उस राज्य पर अपना अधिकार कर लेते थे. അംഗ്രേസോं की नीति പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഒരു റൂളായിരുന്നു. അവർ എടുത്ത ഒരു സ്കീമോ ഒരു റൂളായിരുന്നു. എന്താണ്? നിസന്താൻ രാജാ കി മൃത്യു കെ ബാദ്, സന്താനമില്ലാത്ത, മക്കളില്ലാത്ത ഒരു രാജാവ് മരണപ്പെട്ടാൽ, മൃത്യു കെ ബാദ് മരിച്ചതിന് ശേഷം, ഉസ് രാജ്യ പർ അപ്ന അധികാർ കർ ലേത്തെ തേ, ആ രാജ്യം ബ്രിട്ടീഷുകാരുടെ സൈഡിലേക്ക് പോകും, അവർക്ക് പോകും, അവരുടെ അധികാരമാണ് പിന്നെ എന്ന് അവരുണ്ടാക്കിയ ഒരു റൂളായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഇനി ഹിസ്റ്ററിയിൽ പഠിക്കും കേട്ടോ. സോഷ്യൽ സ്റ്റഡീസിൽ ഹിസ്റ്ററിയിൽ വരും ഇതൊക്കെ. അപ്പോൾ എന്തായിരുന്നു? മക്കളില്ലാത്തൊരു രാജാവ് മരിച്ചാൽ പിന്നെ അവരുടെ മക്കൾ ഇല്ലാത്തത് കൊണ്ട് പിന്നെ രാജാവാകാൻ ആളില്ലല്ലോ അവരുടെ ഫാമിലിയിൽ. അതുകൊണ്ട് അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോകും ആ രാജ്യം എന്നായിരുന്നു. സോഷ്യൽ സ്റ്റഡീസിൽ, ഹിസ്റ്ററിയിൽ അതിനെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്നാണ് പറയുക. റാണിക്ക് ജീവൻ മേ ദുഃഖ കാ അന്ധകാർ ചാകയ. റാണിയുടെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ അന്ധകാരമായി മുഴുവനും. ഇസ്ലിയെ കാലിഘട്ട ഗിർനേക്ക് ബാത് കഹി ഗയി ഹെ. അതുകൊണ്ടാണ് കറുത്ത മേഘം വീഴുന്നത് അല്ലെങ്കിൽ കറുത്ത മേഘം കൊണ്ട് നിറയുന്നത് എന്ന് പറയുന്നത്. കറുത്ത മേഘം നിറയുക പറഞ്ഞാൽ മുഴുവൻ അങ്ങോട്ട് കറുപ്പാവില്ലേ, അതാണ് അതിൻ്റെ അർത്ഥം. ദുഃഖമായി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കാരണം ഭർത്താവ് മരിച്ചു, കുട്ടികളില്ല. ഇനി ഇവരുടെ കാലശേഷം അല്ലെങ്കിൽ പിന്നീട് എന്താണ്, ഈ ബ്രിട്ടീഷുകാർ ഇവരുടെ രാജ്യം കീഴടക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ. कविता की दूसरी पंक्ति में भारत को बूढ़ा कहकर और उसमें नई जवानी आने की बात कहकर सुभद्रा कुमारी चौहान क्या बताना चाहती है? കവിതയ്ക്ക് ദൂസരി പങ്ക്തിമേ, കവിതയുടെ രണ്ടാമത്തെ വരിയിൽ ഭാരതത്തിനെ ബൂഢ കേക്കർ, വൃദ്ധൻ, ബൂഢ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ, വയസ്സൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർ ഉസ്മെ നയി ജവാനി അനേക്കി ബാത്ത്, പിന്നെ പുതിയ ജവാനി, ജവാനി എന്ന് പറഞ്ഞാൽ യുവത്വം, യൂത്ത് വരുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് സുഭദ്രാകുമാരി ചൗഹാൻ. അങ്ങനെ ക്യാ ബത്താന ചാത്തി ഹെ, അതിൽ കൂടി എന്ത് പറയാനാണ് കവയിത്രി ഉദ്ദേശിക്കുന്നത്? कवयित्री सुभद्रा कुमारी चौहान ने भारत को बूढ़ा इसलिए कहा क्योंकि കവയിത്രി സുഭദ്ര കുമാരി ചൗഹാൻ ഭാരതത്തിനെ ബൂഢ അല്ലെങ്കിൽ വൃദ്ധൻ, വയസ്സെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ, തബ് ഭാരത് കി ദശ ബഹുത് ശിഥിൽ ഓർ ജർജർ ഹോ ചുക്കി തീ. ആ സമയത്ത്, ആ സമയത്ത് ഭാരതത്തിൻ്റെ അവസ്ഥ ഭയങ്കര ശിഥിലമായിട്ടും ജർജരമായിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വീക്കായിട്ടുണ്ടായിരുന്നു, വളരെ മോശമായിരുന്നു. ജർജർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മതിപ്പില്ലാതെ, വെളിയിലുള്ളവരൊന്നും പറഞ്ഞ ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലാതെ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയായിരുന്നു. भारत लंबे समय से अंग्रेज़ों की गुलामी से हर तरह से कमज़ोर हो रहा था. ഭാരതം കുറേ നീണ്ട സമയം വരെ ബ്രിട്ടീഷുകാരുടെ ഗുലാമി എന്ന് പറഞ്ഞാൽ സ്ലേവറി, അടിമത്വം എന്ന് പറയില്ലേ, അത് അവരുടെ അടിമത്വത്തിൽ പറഞ്ഞാൽ അവർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുക അല്ലേ, അങ്ങനെയല്ലേ സംഭവിക്കുന്നുണ്ടായിരുന്നത്. അതിന്ന് ഹർ തരസെ എല്ലാ വിധത്തിലും കംസോർ ഹോ റഹാത്ത, വീക്കായി പോയിട്ടുണ്ടായിരുന്നു.
നയി ജവാനി ആനെ കി ബാത് കഹക്കർ കവയത്രി യഹ് ബതാന ചാഹത്തി തി പുതിയ ജവാനി പറഞ്ഞാൽ പുതിയ യുവത്വം, യൂത്ത്. വളരെ നമ്മൾ ഏറ്റവും പിന്നെ ജീവിതത്തിൻ്റെ ഒരു നല്ല സമയം പറയണത് യുവത്വം അല്ലേ, ജവാനി എന്നുള്ളതാണ്. അതാണ് അങ്ങനെ പറയുന്നത് ഇവിടെ. അപ്പോൾ നയി ജവാനി ആനെ കി ബാത് കഹക്കർ, പുതിയ യുവത്വം വരാനുള്ള ആ കാര്യം കവയത്രി പറഞ്ഞിട്ട് യഹ് ബതാന ചാഹത്തി തി, എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അപ്നി കോയി ഹുയി ആസാദിക്കോ, തങ്ങളുടെ നഷ്ടപ്പെട്ട ഫ്രീഡത്തിനെ, ആസാദി ഫ്രീഡം, നഷ്ടപ്പെട്ട ആ സ്വതന്ത്രതയെ, ഫ്രീഡത്തിനെ ഹാസിൽ കർനെ കെ ലിയെ, തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ദേശ് മേ നയാ ജോഷ് ഉത്പന്ന ഹോ ഗയാ താ, രാജ്യത്ത് ഒരു പുതിയ ആവേശം ജനിച്ചു കഴിഞ്ഞിരുന്നു. ജോഷ് എന്ന് പറഞ്ഞാൽ ആവേശം, എനർജി. അബ് ഉൻമേ ആശ ഓർ ഉത്സാഹ കാ നയാ സഞ്ചാർ ഹോ ഗയാ, ആവേശം എല്ലാവർക്കും വന്നു കഴിഞ്ഞു. ഇനി അതിൽ ആശയും പറഞ്ഞാൽ ആഗ്രഹവും ഉത്സാഹവും ഉള്ള ഒരു നയാ സഞ്ചാർ, ഒരു പുതിയ സഞ്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചലനം, ഒരു ഫ്ലോ ഉണ്ടായിക്കഴിഞ്ഞു അതിൽ. സംഘർഷ് കർനെ കി ശക്തി ആ ഗയി, സംഘർഷ് കർണ പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുക, സംഘർഷം എന്ന് ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ പറയും. അപ്പോൾ ആ സ്ട്രഗിൾ ചെയ്യാനുള്ള ഒരു ശക്തി കിട്ടിക്കഴിഞ്ഞു നമുക്ക്. ഓർ വേ സ്വതന്ത്രത പാനെ കെ ലിയെ പ്രയാസ് കർനെ ലഗെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് അവരെല്ലാം ശ്രമിക്കാൻ തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ, ജാൻസി കി റാണി കെ ജീവൻ കി കഹാനി അപ്നെ ശബ്ദോ മേ ലിഖോ. ജാൻസി കി റാണിയുടെ ജീവിതത്തിൻ്റെ കഥ നിങ്ങളെ കൊണ്ട് സ്വയം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. യഹ് ബി ബതാവോ കി ഉൻകാ ബച്പൻ തുമാരെ ബച്പൻ സെ കേസെ അലഗ് ഥാ, പിന്നെ അവരുടെ കുട്ടിക്കാലം നിങ്ങളുടെ കുട്ടിക്കാലത്തിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരുന്നു. റാണി ലക്ഷ്മിബായി കെ ബച്പൻ കാ നാം ചബീലി ഥാ, റാണി ലക്ഷ്മിബായിയുടെ കുട്ടിക്കാലത്തെ പേര് ചബീലി എന്നായിരുന്നു. വഹ് ഇക്ലൗത്തി സന്താൻ തി, അവൾ ഒറ്റ മകളായിരുന്നു. ഇക്ലൗത്തി അല്ലെങ്കിൽ ഇക്ലൗത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ, അത് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇക്ലൗത്ത പറയും, പെൺകുട്ടിയാണെങ്കിൽ ഇക്ലൗത്തി പറയും. കാൺപൂർ കെ നാന കി വഹ് മുഹ്ബോലി ബഹൻ തി, കാൺപൂരിലെ നാന അവളെ മുഹ്ബോലി ബഹൻ എന്ന് പറഞ്ഞാൽ ഓൺ സിസ്റ്റർ അല്ല, അവളെ സിസ്റ്ററായിട്ട് കണക്കാക്കിയിരുന്നു. അത് നാനയുടെ സഹോദരിയായിട്ട് അയാൾ ട്രീറ്റ് ചെയ്തിരുന്നു. പറഞ്ഞാൽ നമ്മൾ ചില ബന്ധങ്ങൾ അങ്ങനെയല്ലേ, നമ്മൾ ആങ്ങളെപ്പോലെയാണ് പെങ്ങളെപ്പോലെയാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ. ലക്ഷ്മിബായി കോ മനു കെ നാം സെ ബി ജാനാ ജാത്താ താ, ലക്ഷ്മിബായി മനു എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. കുട്ടിക്കാലത്ത് മനു എന്നും വിളിച്ചിരുന്നു. ഉൻകോ ബച്പൻ സെ ഹി ഹത്തിയാർ ചലാനെ കാ ഷോക്ക് താ, ലക്ഷ്മിബായിക്ക് കുട്ടിക്കാലം തുടങ്ങി തന്നെ ഹത്തിയാർ എന്ന് പറഞ്ഞാൽ വെപ്പൺസ്, ആയുധങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ശിവാജി കി ഗാഥായെ ലക്ഷ്മിബായി കോ ജുബാനി യാദ് തി, ശിവാജി കി ഗാഥായെ എന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇല്ല കേട്ടോ, കണ്ടിന്യൂഷനാണ്. ശിവാജിയുടെ ഗാഥകൾ അല്ലെങ്കിൽ ശിവാജിയെ പറ്റിയിട്ടുള്ള പാട്ടുകളോ അത് ലക്ഷ്മിബായിക്ക് ജുബാനി യാത്തി എന്ന് പറഞ്ഞാൽ നാവിൻ്റെ തുമ്പിലായിരുന്നു. അതിൻ്റെ അർത്ഥം എല്ലാം കാണാതെ അറിയായിരുന്നു. നക്ലി യുദ്ധ കർണ വ്യൂഹ് കി രചന കർണ, നക്ലി യുദ്ധ കർണ പറഞ്ഞാൽ ഒരു ഇമിറ്റേറ്റ് ചെയ്യുക, യുദ്ധത്തിന് ചെയ്യണ പോലെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കളിക്കണതോ ഒക്കെയാണ്. കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളല്ലേ പറയണത്. നമ്മളിപ്പോൾ ടീച്ചറായിട്ട് കളിക്കും, ഡോക്ടറായിട്ട് കളിക്കുകയൊക്കെ ചെയ്യില്ലേ, അതുപോലെ യുദ്ധം ഒക്കെ അനുകരിച്ച് കളിക്കുക. വ്യൂഹ് കി രചന കർണ, വ്യൂഹ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം, ഒരു സമൂഹത്തിനെ കൂട്ടുക. വ്യൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റൗണ്ടിന് ഇങ്ങനെ പറയില്ലേ, ചക്രവ്യൂഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ. കിലെ തോടന, കില എന്ന് പറഞ്ഞാൽ ഫോർട്ട്, കോട്ട എന്ന് പറയുക. തോടന പറഞ്ഞാൽ പൊട്ടിക്കുക, ബ്രേക്ക് ചെയ്യുക. പക്ഷേ ഇവിടെ കോട്ട പൊട്ടിക്കുക എന്നല്ല അർത്ഥം, നമ്മൾ ശത്രുക്കളെയൊക്കെ പ്രതിരോധിക്കുക, ശത്രുക്കളെയൊക്കെ തടഞ്ഞു നിർത്താനുള്ള ഓരോ വ്യവസ്ഥകൾ, അതിനാണ് കിലെ തോടന എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കളിക്കുക. ഓർ ഷിക്കാർ ഖേൽന എന്ന് പറഞ്ഞാൽ ഹണ്ടിങ്, അത് കളിക്കുക. ഇതൊക്കെയായിരുന്നു ലക്ഷ്മിബായിക്ക് പ്രിയ ഖേൽത്തി, ലക്ഷ്മിബായിയുടെ ഇഷ്ടപ്പെട്ട കളികളായിരുന്നു ഇതൊക്കെ. ഭവാനി ഉൻകെ കുൽ കി ദേവി തി, അവരുടെ കുലദേവത എന്ന് പറയില്ലേ, നമ്മളെ കുടുംബത്തെ തറവാടിൻ്റെ പിന്നെ ദൈവങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലെ അവരുടെ തറവാട്ടിലെ ദൈവമായിരുന്നു ഭവാനി. झांसी के राजा गंगाधर राव के साथ लक्ष्मीबाई का विवाह हुआ था. ഝാൻസിയിലെ രാജാവ് ഗംഗാധർ റാവു എന്ന് പറയുന്ന ആളുടെ കൂടെയായിരുന്നു ലക്ഷ്മിബായിയുടെ വിവാഹം കഴിഞ്ഞിരുന്നത്. विवाह के थोड़े दिन बाद റാണി ലക്ഷ്മിബായി കെ പതിക്ക് മൃത്യു ഹോ ഗയി, വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ റാണി ലക്ഷ്മിബായിയുടെ ഭർത്താവ് ആരാണ്, രാജ ഗംഗാധർ റാവു, അദ്ദേഹം മരിച്ചുപോയി. इसके बाद अंग्रेजी शासकों ने झांसी पर अपना अधिकार करने का प्रयास किया. ഇദ്ദേഹം മരിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ ഝാൻസി എന്ന സ്ഥലത്ത് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഘമാസാൻ യുദ്ധ ഹുവ, ഘമാസാൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയ യുദ്ധം ഉണ്ടായി. ലക്ഷ്മിബായിനെ അംഗ്രേസോं के साथ लड़ते लड़ते वीरगति को प्राप्त हो गई. ലക്ഷ്മിബായി ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് വീരഗതി പ്രാപിച്ചു, അതിൻ്റെ അർത്ഥം മരിച്ചു.
ഉൻകാ നാം ഇതിഹാസ് മേ ഹമേഷ കെ ലിയെ അമർ ഹോ ഗയ. അവരുടെ പേര് ഇതിഹാസത്തിൽ, നമ്മളുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ എന്നേക്കുമായി എഴുതപ്പെട്ടു. അമർ ഹോ ഗയ പറഞ്ഞാൽ ഒരിക്കലും മറക്കാത്ത, ഒരിക്കലും നശിക്കാത്തതായി അവരുടെ പേര് നിലനിന്നു. ഉൻകാ ബച്പൻ ഹമാരെ ബച്പൻ സെ ഇസ് മായനെ മേ അലഗ് തി. അവരുടെ കുട്ടിക്കാലം നമ്മളുടെ കുട്ടിക്കാലത്തിൽ നിന്ന് ഈ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായിരുന്നു. വഹ ഹമാരെ സമാൻ സാമാന്യ ഖേൽകൂദോ മേ വഹ നഹി ഉൽച്ചി രഹത്തി തി. നമ്മളെപ്പോലെ സാധാരണ കളികളിലൊന്നും അവരെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബച്പൻ മേ ബർച്ചി, ഡാൽ, കൃപാൺ ജैसे ഹത്തിയാർ ഹി ഉൻകി സഹേലി തേ. കുട്ടിക്കാലത്ത് ബർച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നീളത്തിൽ നമ്മൾ കുന്തം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സാധനമാണ്. അത് തന്നെയാണ് ഏകദേശം. ഡാൽ എന്ന് പറഞ്ഞാൽ ഒരു ഷീൽഡ് പോലെ ഇങ്ങനെ തടുക്കാനുള്ളതൊക്കെ ഇല്ലേ, അത്. പിന്നെ കൃപാൺ എന്ന് പറഞ്ഞാൽ വാള്. ഇങ്ങനത്തുള്ള ആയുധങ്ങളൊക്കെ ആയിരുന്നു അവരുടെ കൂട്ടുകാരെ എന്നാണ് പറയുന്നത്. ശിവാജിക്ക് വീരത കി കഹാനി യാത്തി. ശിവാജിയുടെ വീരതയുടെ കഥകളൊക്കെ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു. പറഞ്ഞാൽ അതൊക്കെ വളരെയധികം ഇഷ്ടമുള്ള കാര്യങ്ങളുമായിരുന്നു. ഇസ്കെ വിപരീത് ഹമാരെ ബച്പൻ മേ ഹത്തിയാർ നാം കി കോയി ചീസ് നഹി ഹെ. അപ്പം ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമ്മളുടെ ലൈഫിലോ ആയുധങ്ങളെന്നുള്ള യാതൊരു വിധ സാധനങ്ങളും നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മളുടെ അടുത്തുകൂടി പോവില്ല എന്നല്ലേ പറയുക. കാരണം നമ്മളെ സമ്മതിക്കൂല്ലല്ലോ അച്ഛനമ്മമാർ, അല്ലേ? നമ്മൾ അങ്ങനത്തെ ഉള്ളൊന്നും തൊടുകയില്ല ഒരു കുറച്ച് വലുതാവണവരെ. ഹം വീഡിയോ ഗെയിംസ് കമ്പ്യൂട്ടർ ബിജ്ലി വാലെ ഖിലോനെ സെ ഖേൽത്തെ ഹെ. നമ്മൾ വീഡിയോ ഗെയിംസോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ കറണ്ടിൽ പിന്നെ നടത്തുന്ന എന്തെങ്കിലും ടോയ്സൊക്കെ കൊണ്ടാണ് നമ്മൾ കളിക്കുക. രാഷ്ട്രീയ ഗീത് ബി ഹമേ യാദ് ഹെ. രാഷ്ട്രീയ ഗീത് എന്നുണ്ടെങ്കിൽ നാഷണൽ സോങ് നമുക്ക് ഓർമ്മയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വീർ മഹിള കി ഇസ് കഹാനി മേ കോൺ കോൺ സെ പുരുഷോ കെ നാം ആയേ ഹെ. ഈ വീരതയുള്ള ഈ മഹിളയുടെ കഥയിൽ ഇനി ഏതൊക്കെ പുരുഷന്മാരുടെ പേരാണ് വന്നിരിക്കുന്നത്? ഇതിഹാസ് കി കുച്ച് അന്യ വീർ സ്ത്രീയോ കി കഹാനിയാ കോജോ. ഇതുപോലെ തന്നെ വീരതയുള്ള വേറെ സ്ത്രീകളുടെ കഥകൾ ഹിസ്റ്ററിയിൽ നിന്ന് തിരയാൻ പറഞ്ഞിരിക്കുകയാണ്. വീർ മഹിള കി ഇസ് കഹാനി മേ കൈ പുരുഷോ കെ നാം ആയേ ഹെ. ഈ കഥയിൽ ഇനിയും കുറച്ച് പുരുഷന്മാരുടെ പേരുകളും വന്നിട്ടുണ്ട്. അതാരൊക്കെയാണ്? ജैसे നാനാ സാഹബ്. ഇൻകാ പൂരാ നാം ദുന്ദു പന്ത് താ. ഇവരുടെ മുഴുവൻ പേര് ദുന്ദു പന്ത് എന്നായിരുന്നു. ഡൽഹൌസി, പേഷ്വാ ബാജിറാവ്, താന്തിയ ടോപ്പെ, അസീമുള്ള, അഹമ്മദ് ഷാ മൗലവി, ഠാക്കൂർ കുംവർ സിംഗ്, ലെഫ്റ്റനന്റ് വാക്കർ, ശിവാജി, ഗ്വാളിയർ കെ മഹാരാജ സിന്ധിയ, ജനറൽ സ്മിത്ത്, യുവറോജ്. ഇവരൊക്കെ ആയിരുന്നു ഈ കഥയിലുണ്ടായിരുന്ന പുരുഷന്മാർ. പിന്നെ ഠാക്കൂർ കുംവർ സിംഗ് നിങ്ങൾക്ക് 7th ക്ലാസ്സിൽ ചാപ്റ്റർ ഉണ്ട് പഠിക്കാൻ. അടുത്തത് അനുമാൻ ഓർ കൽപ്പന. കുറച്ച് നമ്മൾ ഇമാജിൻ ചെയ്ത് എഴുതേണ്ട ആൻസേഴ്സ്. കവിത മേ കിസ് ദോർ കി ബാത് ഹെ. കവിതയിൽ ഏത് കാലത്തെ കാര്യങ്ങളാണ് പറയുന്നത്? ദോർ എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടം. കവിത സെ ഉസ് സമയ കെ മാഹോൽ കെ ബാരെ മേ ക്യാ പതാ ചൽത്താ ഹെ. കവിതയിൽ നിന്ന് ആ കാലത്തെ പറ്റിയിട്ട്, ആ കാലത്തെ അവസ്ഥയെ പറ്റിയിട്ട് എന്ത് മനസ്സിലാക്കാൻ കഴിയാം? कविता में वर्ष 1857 के प्रथम स्वतंत्रता संग्राम के द्वार की बात कही गई है. കവിതയിൽ 1857 പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ വർഷം പ്രഥം സ്വതന്ത്രതാ സംഗ്രാം, ആദ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആ സ്ട്രഗിൾ, ആ മൂവ്മെൻറ്റിൻ്റെ സമയത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. इस संग्राम में झांसी की रानी लक्ष्मीबाई ने महत्वपूर्ण भूमिക നിഭായി थी. ആ മൂവ്മെൻറ്റിൽ ഝാൻസി റാണി ലക്ഷ്മിബായി വളരെ മഹത്വപൂർണ്ണമായിട്ടുള്ള റോളാണ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ഭൂമിക എന്ന് പറഞ്ഞാൽ റോള്, നിഭായി എന്ന് പറഞ്ഞാൽ പ്ലേ ചെയ്യുക, അവരവരുടെ റോള് ചെയ്തു. ഉസ് സമയത്തെ മാഹോൽ കെ ബാരെ മേ യഹ് പത്താ ചൽത്താ ഹെ കി. ആ സമയത്തെ അവസ്ഥ, നമ്മളുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് എന്താ ഊഹിക്കാൻ കഴിയുകയെന്ന് വെച്ചാൽ, കി ദേശ് ഗുലാം ത. നമ്മളുടെ രാജ്യം അടിമയായിരുന്നു. ആരുടെ അടിമയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ. ഓർ ലോഗോ കെ ദിലോ മേ ദേശപ്രേം കി ജ്വാല ഭടക് രഹി തി. അപ്പം തുടങ്ങിയിട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ ദേശപ്രേമത്തിൻ്റെ ജ്വാല അങ്ങനെ കത്തുമായിരുന്നു. ഭടക് രഹി തി എന്ന് പറഞ്ഞാൽ ഭയങ്കര തീവ്രമായിട്ട് ഉണ്ടാവുക. വേ ആസാദി പാനെ കെ ലിയെ ലാലായിത്ത് തേ. അവർ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്, ജനങ്ങൾ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്ന സമയമായിരുന്നു. ലാലായിത്ത് എന്ന് വെച്ചാൽ വളരെയധികം ആഗ്രഹത്തോടു കൂടി പരിശ്രമിക്കുക. അടുത്ത മാനേക്ക് ഹത്തിയാർ തേ. ഇതെല്ലാം ആ കാലത്തുള്ള ആയുധങ്ങളായിരുന്നു, വെപ്പൺസ് ആയിരുന്നു.
ആജ്കൽ കെ ഹത്തിയാരോം നാം പത്താ കരോ. എന്നാൽ നമ്മൾ ഇതൊന്നും ഈ കാലത്ത് അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന വെപ്പൺസ് എന്തൊക്കെയാണ്, അതിൻ്റെ പേരുകൾ പറയാൻ പറഞ്ഞിരിക്കുന്നത്. ബന്ദൂക്ക്, തോപ്പ്, ഗോല, മിസൈല്. ബന്ദൂക്ക് തോക്ക് തന്നെയാണ്, തോപ്പും ഒരു തരത്തിലുള്ള ഗണ്ണ് തന്നെയാണ്. പിന്നെ ഗോല, മിസൈൽ തന്നെയാണ്. പിന്നെ AK-47, AK-56, ടാങ്ക്, പിസ്തോള്, ആറ്റം ബം ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷ്മി ഭായിക്ക് സമയമേ ജാഥ ലടുക്കിയ വീരാംഗന നഹി ഹുയി. ലക്ഷ്മി ബായിയുടെ ആ കാലഘട്ടത്തിൽ കൂടുതലും പെൺകുട്ടികൾ വീരാംഗനമാരായിരുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതുപോലെ വീരതയുള്ള, ഇതുപോലെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരൊന്നും ആയിരുന്നില്ല. ക്യൂങ്കി ലഡ്ന ഉൻകാ കാം നഹി മാനാ ജാത്താ താ. എന്തുകൊണ്ടാണ് ആ സമയത്ത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് പെൺകുട്ടികൾ ഇതിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നായിരുന്നു. ഭാരതീയ സേനാവോമേ അബ് ക്യാ സ്ഥിതി ഹെ പത്താ കരോ. ഭാരതത്തിൻ്റെ സൈന്യത്തിലെ ആർമിയിലൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആജ്കൽ ലഡ്കിയോं की सेना में काफ़ी भागीदारी है. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഒരുപാട് ആർമിയിലും അല്ലെങ്കിൽ മറ്റുള്ള ഫോഴ്സുകളിലുമൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്, അതിലെല്ലാം ജോലികൾ ചെയ്യുന്നുണ്ട് അല്ലേ. ലേക്കിൻ പുരുഷോं के अनुपात में स्त्रियों की संख्या काफ़ी कम है. എന്നാലും പുരുഷന്മാരെ നോക്കുന്ന സമയത്ത് സ്ത്രീകൾ കുറച്ച് കുറവ് തന്നെയാണ്. കാഫി കം ഹെ എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഇസേ സന്തോഷജനക് നഹി കഹാ ജാ സക്ത. ഇതിനെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാൻ കഴിയില്ല. ഫിർ ഭി ഉസ് സമയ് തുലനാ മേ യഹ് ബെഹത്തർ ഹെ. എന്നാലും പണ്ടത്തെ കാലം നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ബെറ്ററാണ്. ബെഹത്തർ ഹെ പറഞ്ഞാൽ കുറച്ചുകൂടി മികച്ചതാണ്, മെച്ചപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നീച്ചെ ലിഖേ വാക്യാംശോ വാക്യക്കെ ഹിസ്സോ കോ പഠോ. താഴെ കൊടുത്തിട്ടുള്ള വാക്യാംശങ്ങൾ വായിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. വാക്യക്കെ ഹിസ്സേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ സെൻറ്റൻസ് അല്ല അല്ലേ, സെൻറ്റൻസിൻ്റെ കുറച്ച് ഭാഗമാണിത്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഝാൻസി കി റാണി, ഝാൻസിയിലത്തെ റാണി. മിട്ടി കാ ഘരൗന്ത, മണ്ണിൻ്റെ വീട്. നമ്മൾ മണ്ണ് കൊണ്ടൊക്കെ വീട് കെട്ടി കളിക്കില്ലേ, അതാണ് ഘരൗന്ത എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രേംചന്ദ് കി കഹാനി, പ്രേംചന്ദിൻ്റെ കഥ. പേട് കി ഛായ, മരത്തിൻ്റെ തണൽ. ഢാക്ക് കെ തീൻ പാത്, ഢാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വൃക്ഷമാണ്, അതിൻ്റെ 3 ഇലകൾ. നഹാനെ കാ സാബുൻ, കുളിക്കാനുള്ള സോപ്പ്. മീൽ കാ പത്തർ, മേലിൻ്റെ കല്ല്. രേഷ്മി കെ ബച്ചെ, രേഷ്മിയുടെ കുട്ടികൾ. ബനാറസ് കെ ആം, ബനാറസിലെ മാങ്ങ. ഇതിലൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്, കാ കെ കി എന്ന് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ കാ കെ ഓർ കി ദോ സംഖ്യാओं का संबंध बताते हैं. അപ്പോൾ എന്താ പറയുന്നത്, ഈ കാ കെ കി എന്നുള്ളത് 2 സംഖ്യകൾ, സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൗൺസ്, 2 നൗൺസ് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെങ്കിൽ അത് രണ്ടിൻ്റെയും സംബന്ധം, അത് രണ്ടിൻ്റെയും റിലേഷനാണ് ഈ കാ കെ കി കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഝാൻസി കി റാണി, ഝാൻസിയിലത്തെ റാണി അല്ലേ. അപ്പോൾ കീ എന്നില്ല എന്നുണ്ടെങ്കിൽ ഝാൻസി റാണി ഓക്കെ, ഇതിവിടെ നമ്മൾ പേര് സാധാരണ പറയണത് കൊണ്ട് കുഴപ്പമില്ല. നേരെ മറിച്ച് മിട്ടി കാ ഘരൗന്ത, മണ്ണിൻ്റെ വീട്. അപ്പോൾ മിട്ടി ഘരൗന്ത പറഞ്ഞാൽ അവിടെ വല്ല അർത്ഥമുണ്ടോ, ഇല്ല. അപ്പോൾ 2 നൗണാണ്, മിട്ടിയും നൗണാണ്, ഘരൗന്തയും നൗണാണ്. ആ 2 നൗണിൻ്റെയും ഇടയിൽ ഉള്ള റിലേഷൻ കാണിക്കുക, അതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് കാ കെ കി എന്നുള്ളത്. അപ്പോൾ പ്രേംചന്ദ് കി കഹാനി, പ്രേംചന്ദിൻ്റെ കഥ. അപ്പോൾ കി ഇല്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പ്രേംചന്ദ് കഹാനി, പ്രേംചന്ദ് കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പ്രേംചന്ദിൻ്റെ കഥ എന്നത് ആകുമോ, ഇല്ല. അത് എന്ത് വേണോ ആകാം, വേറെ പ്രേംചന്ദിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, അങ്ങനെ എന്ത് വേണോ ആകാം, സെൻറ്റൻസേ ഉണ്ടാവില്ല അവിടെ അല്ലേ. പ്രേംചന്ദ് കി കഹാനി. പിന്നെ പേട് കി ഛായ, മരത്തിൻ്റെ തണൽ. അപ്പോൾ നമ്മൾ കാ കെ കി എന്ന് വെക്കുന്നത് 2 നൗണിൻ്റെ ഇടയിൽ ഒരു റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാ കെ കി എന്ന് യൂസ് ചെയ്യുന്നത്. ऊपर दिए गए वाक्यांशों में अलग अलग जगह इन तीनों का प्रयोग हुआ है. മുകളിൽ കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ഓരോ സ്ഥലത്തും ഈ 3 എണ്ണത്തിൻ്റെയും യൂസ് ചെയ്തിട്ടുണ്ട്. का के की എന്നുള്ളത്. ध्यान से पढ़ो और कक्षा में बताओ कि का के और की का प्रयोग कहाँ और क्यों हो रहा है. അപ്പം നന്നായി ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി ക്ലാസ്സിൽ പറയാൻ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ പ്രയോഗങ്ങൾ എവിടെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന്. ആൻസർ, കാ കെ ഓർ കി സംബന്ധ് കാരക് കെ ചിഹ്ന ഹെ. ഹിന്ദിയിൽ കാരക് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമർ ഉണ്ട്. അപ്പോൾ അതിൽ 8 ടൈപ്പ് കാരക് ഉണ്ട്. അതിൽ ഒന്നാണ് സംബന്ധ് കാരക് എന്നുള്ളത്. അപ്പോൾ ഈ കാ കെ കി എന്നുള്ളത് സംബന്ധ് കാരക്കിൻ്റെ ചിഹ്നങ്ങളാണ്. ഇതെല്ലാം സംബന്ധ് കാരക്കാണ് അതിൻ്റെ അർത്ഥം. ഇനെ പരസർഗ് ബി കഹത്തെ ഹെ. ഇവയെല്ലാം പരസർഗ് എന്നും പറയാറുണ്ട്.
इनका प्रयोग संबंधी संज्ञा के अनुसार होता है. ഇതിൻ്റെ പ്രയോഗം ഇത് യൂസ് ചെയ്യുന്നത് സംബന്ധി സംഖ്യയ്ക്ക് അനുസാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സംഖ്യകൾ രണ്ട് നൗൺസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തിനോടാണോ റിലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ രണ്ടാമത് വരുന്ന നൗണില്ലേ അത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നുള്ളത് അനുസരിച്ചിരിക്കും അത് യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ രണ്ട് വേർഡ് യൂസ് ചെയ്യും. അപ്പോൾ ആ രണ്ടാമത്തെ നൗണില്ലേ ആ രണ്ടാമത്തെ നൗണ് പുല്ലിംഗമാണെങ്കിൽ നമ്മൾ കാന്ന് വെക്കും. രണ്ടാമത്തെ വേർഡ് സ്ത്രീലിംഗമാണെങ്കിൽ നമ്മൾ കീന്ന് വെക്കും. അതാണ് പറയുന്നത്. സ്ത്രീലിംഗ സംബന്ധി സംഖ്യയ്ക്ക് പൂർവ് കീ, പുല്ലിംഗ സംബന്ധി സംഖ്യയ്ക്ക് പൂർവ് കാ. സ്ത്രീലിംഗം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പേ ആയിട്ട് കീ എന്ന് വെക്കും. പുല്ലിംഗത്തിനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പേ ആയിട്ട് കാ എന്ന് വെക്കും. ബഹുവചൻ പുല്ലിംഗ സംബന്ധി സംഖ്യയ്ക്ക് പൂർവ്വ കെ. പുല്ലിംഗവുമാണ് ബഹുവചനവുമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പേ ആയിട്ട് വരുന്നതിൽ നമ്മൾ കെ എന്ന് വെക്കും. കാ പ്രയോഗ് ഹോത്താ ഹെ. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ യൂസ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കിയാൽ മനസ്സിലാവും. കാ പ്രയോഗ്. കാ എങ്ങനെയാണ് യൂസ് ചെയ്യുക, എവിടെയാണ് യൂസ് ചെയ്യുക? ഏകവചൻ സംഖ്യാശബ്ദവും കെ സാത്ത് ഹുവാ ഹെ. ഏകവചനങ്ങളുടെ സംഖ്യാശബ്ദങ്ങളുടെ കൂടെയാണ് കാ എന്ന് പ്രയോഗിക്കുക. മിട്ടി കാ ഘരൗന്ത. എക്സാമ്പിൾ, മിട്ടി കാ ഘരൗന്ത പറഞ്ഞാൽ മണ്ണിൻ്റെ വീട്. അപ്പോൾ വീട് എന്താണ് ഇവിടെ? അത് പുല്ലിംഗമാണ്, അതുമാത്രമല്ല ഏകവചനവുമാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് കാ വെച്ചു. നമ്മൾ പറഞ്ഞിട്ടില്ലേ പുല്ലിംഗം ആണെങ്കിൽ രണ്ടാമത് വരണ നൗണ് സംഖ്യ പുല്ലിംഗം ആണെങ്കിൽ അതിൻ്റെ മുമ്പേ കാ വയ്ക്കും. അപ്പോൾ ഘരൗന്ത ഏകവചൻ പുല്ലിംഗ് ഹെ. അപ്പോൾ രണ്ടാമത് വരുന്ന നൗൺ ഇവിടെ എന്താണ്? ഏകവചനവുമാണ് പുല്ലിംഗവുമാണ്. അപ്പോൾ കാ എന്ന് വെച്ചു. പുല്ലിംഗവുമാണ് ബഹുവചനമാണെങ്കിലോ അപ്പം നമ്മൾ കെ വെക്കും. പക്ഷേ ഇവിടെ ഏകവചനമാണ്, അതുകൊണ്ട് നമ്മൾ കാ വെച്ചു. ഇപ്പോൾ ഗരീന്ദേ കാ സംബന്ധ് മിട്ടി സെ ബത്താനെ കെ ലിയെ പ്രയോഗ് ഹുവാ ഹെ. ഗരീന്ദയുടെ സംബന്ധം റിലേഷൻ എന്തിനെ കൊണ്ടാണ് ചെയ്യുന്നത്? മിട്ടി മണ്ണിനോടാണ് റിലേറ്റ് ചെയ്യുന്നത് ഇവിടെ. അടുത്തത് മീൽ കാ പത്തർ, മീലിൻ്റെ കല്ല്. പത്തർ പുല്ലിംഗ് ഹെ ഓർ ഏകവചൻ ഹെ. പത്തർ നമ്മൾ രണ്ടാമത്തെ നൗണാണ് നോക്കേണ്ടത്, മനസ്സിലാക്കണം. അപ്പോൾ പത്തർ എന്നുള്ളത് എന്താണ്? അത് പുല്ലിംഗവുമാണ് ഏകവചനവുമാണ്. അപ്പം നമ്മളവിടെ കാ എന്ന് യൂസ് ചെയ്തു. ഇസ്ലിയെ ഉസ്സെ പെഹലെ കാ പ്രയോഗ് ഹുവാ ഹെ. അതുകൊണ്ട് നമ്മൾ കാ എന്ന് യൂസ് ചെയ്തു. നഹനെ കാ സാബുൻ, കുളിക്കാനുള്ള സോപ്പ്. അപ്പോൾ രണ്ടാമത്തത് നൗൺ ഏതാണ്? സാബുൻ. സാബുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുല്ലിംഗമാണ്, അത് ഏകവചനവുമാണ്. അപ്പോൾ നമ്മൾ അവിടെയും കാ എന്ന് യൂസ് ചെയ്തു. പിന്നെ ഒരു കാര്യം, ഈ മീൽ കാ പത്തർ എന്നുള്ളത് നമ്മൾ മൈൽ എന്ന് പറയില്ലേ, കിലോമീറ്റർ എന്നൊക്കെ പറയണ പോലെ മൈൽ എന്ന് പറയില്ലേ, അതിൻ്റെ സ്റ്റോൺ അവിടെ ഉണ്ടാവില്ലേ, മൈൽ സ്റ്റോൺ വെക്കില്ല അവിടെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് കെ കാ പ്രയോഗ്. കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബഹുവചനത്തിൻ്റെ കൂടെയാണ് നമ്മൾ കെ യൂസ് ചെയ്യുക. രണ്ട് നൗൺ വരുമ്പോൾ അതിൽ രണ്ടാമത്തെ ബഹുവചനമാണെങ്കിൽ നമ്മൾ കെ യൂസ് ചെയ്യും. ബഹുവചൻ സംഖ്യാ ശബ്ദവും കെ സാത്ത് ഹുവാ ഹെ. ബഹുവചൻ സംഖ്യ ബഹുവചനമായിട്ടുള്ള നൗണുകളുടെ കൂടെയാണ് കെ യൂസ് ചെയ്യുക. രേഷ്മ കെ ബച്ചെ. ഇപ്പോൾ രേഷ്മയുടെ കുട്ടികൾ. അപ്പോൾ ബച്ചെ എന്നുള്ളത് എന്താണ്? ബഹുവചനമാണ്. അപ്പോൾ അതിൽ ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ നമ്മളവിടെ കെ എന്ന് യൂസ് ചെയ്തു. ബച്ചെ ബഹുവചൻ ഹെ. ബച്ചെ എന്നുള്ളത് ബഹുവചനമാണ്, പ്ലൂരലാണ്. അതഹ ബച്ചയ്ക്ക് പെഹലെ കെ കാ പ്രയോഗ് ഹുവാ ഹെ. അതുകൊണ്ടാണ് ബച്ചെ എന്നുള്ളതിൻ്റെ മുമ്പേ ആയിട്ട് കെ എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബച്ച എന്നാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? രേഷ്മ ക ബച്ച എന്ന് പറയും. ഇപ്പോൾ ബച്ചി എന്നാണെങ്കിലോ രേഷ്മ കി ബച്ചി എന്ന് പറയും. ബനാറസ് കെ ആം. ആം പുല്ലിംഗ് ഹെ എവം ബഹുവചൻ ശബ്ദ ഹെ. ഇവിടെ ആം എന്നുള്ളത് പുല്ലിംഗവുമാണ് ബഹുവചനവുമാണ്. ആമിന് ബഹുവചനം ആം തന്നെ യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് പറയണത്. അതുകൊണ്ട് കെ എന്ന് പറയും ഇവിടെ. അതഹ ഉസ്കെ പെഹലെ കെ പ്രയുക്ത് ഹെ. അതുകൊണ്ടാണ് അവിടെ ആമിൻ്റെ മുമ്പായിട്ട് കെ എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. കീ കാ പ്രയോഗ് സ്ത്രീലിംഗ് സൂചക്. അടുത്തത് കീ എന്നുള്ള പ്രയോഗം എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണെന്നാണ്. സംഖ്യാ ശബ്ദവും കെ സാത്ത് പ്രയോഗ് ഹുവാ ഹെ. അത് നൗണിൻ്റെ കൂടെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് നോക്കാം. ഝാൻസി കി റാണി. റാണി സ്ത്രീലിംഗ് ഹെ. റാണി സ്ത്രീലിംഗമാണ്. അപ്പോൾ എന്താണ്? ഇസ്ലിയെ ഉസ്കെ പൂർവ് കീ ലഗാ ഹെ. അതുകൊണ്ട് അതിൻ്റെ മുമ്പേ ആയിട്ട് നമുക്ക് കീ ചേർക്കണം. അടുത്തത് പേട് കി ഛായ. മരത്തിൻ്റെ തണൽ. ഛായ സ്ത്രീലിംഗ് ഹെ. ഛായ എന്നുള്ള വേർഡ് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് നമ്മൾ കീ എന്ന് യൂസ് ചെയ്തു. ഇസ്ലിയെ ഉസ്കെ പൂർവ് കീ ലഗാ ഹെ. അതിൻ്റെ മുമ്പേ ആയിട്ട് കീ എന്ന് യൂസ് ചെയ്തു. ഇപ്പോൾ ഹിന്ദിയിൽ ഏത് വേർഡ്സ് എടുത്താലും അതിൽ ഒന്നല്ലെങ്കിലോ സ്ത്രീലിംഗമായിരിക്കും, അല്ലെങ്കിലോ പുല്ലിംഗമായിരിക്കും. അത് രണ്ടിലും പെടാത്ത ലിംഗങ്ങൾ നമ്മളിപ്പോൾ മലയാളത്തിലൊക്കെ പറയണ പോലെ ഹിന്ദിയിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഛായ എന്നുള്ളത് സ്ത്രീലിംഗമാണെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
അത് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ലാസ്റ്റ് ഈൻ്റെ മാത്ര വരുന്നത് ഏകദേശവും സ്ത്രീലിംഗങ്ങളായിരിക്കും, ആൻ്റെ മാത്ര വരുന്നത് ഏകദേശവും പുല്ലിംഗമായിരിക്കും. അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ വിദ്യ റിലേറ്റഡ് ആയിട്ടുള്ള പഠിപ്പിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ സ്ത്രീലിംഗമായിരിക്കും. അങ്ങനെ കുറേ റൂൾസ് ഉണ്ട് കേട്ടോ, സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് അങ്ങനെ. എന്നാലും കുറച്ച് എക്സെപ്ഷണൽ കേസ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ ചായ എന്നുള്ളത് ആയിൻ്റെ മാത്രമാണ് സത്യം പറഞ്ഞാൽ പുല്ലിംഗം വരേണ്ടതാണ്, പക്ഷേ എന്നിട്ടും അത് സ്ത്രീലിംഗമാണ്. അങ്ങനെ കുറച്ച് എക്സെപ്ഷണൽ കേസും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്രമേണ മനസ്സിലായിക്കോളും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം.